ഗുഡ് മോർണിംഗ്. അപ്പം പതിവ് പോലെ അതാ നേരം വെളുത്ത് വന്നു. രാത്രി ഒരു മണിയെങ്കിലും ആവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ കുഞ്ഞുമോളാണെങ്കിൽ ഇപ്പം രാത്രി ഉറക്കവേയില്ല. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലെല്ലാം തേച്ച് ഫ്രഷായി നമുക്ക് അടുക്കളയിലേക്ക് കയറി നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങിയാലോ. എൻ്റെ മനസ്സിലാണേ മൊത്തം ഇന്ന് എന്ത് നമ്മൾ കറിയാക്കും എന്നുള്ള ചിന്ത മാത്രമാണ് കേട്ടോ. അങ്ങനെ അടുക്കളയിലേക്ക് കയറി ആ ജനലെല്ലാം ഒന്ന് തുറന്നിടുമ്പം തന്നെ ഒരു സമാധാനം. കറികളുടെ കാര്യമെല്ലാം അവിടെ നിൽക്കട്ടെ, ആദ്യം തന്നെ നമുക്ക് പോയി ചോറിടാം. ഞാനിപ്പോൾ കുക്കറിലാട്ടോ ചോറ് വെക്കുന്നത്. അടുപ്പയിൽ ഇപ്പോൾ ചോറിടാറില്ല. കാരണം അമ്മയൊന്നും ഇല്ല ഇപ്പോൾ, ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് അത്രയേ ചോറ് വേണ്ടൂ. അടുപ്പയിലെല്ലാം ഇട്ട് കുറേ സമയം കഴിയണ്ടേ ആവാൻ. അതുകൊണ്ട് എളുപ്പപ്പണിക്ക് വേണ്ടി ഇപ്പോൾ കുക്കറിലാട്ടോ ചോറ് വെക്കുന്നത്. ഏട്ടനാണെങ്കിൽ പിന്നെ കുറച്ചേ ചോറ് വേണ്ടൂ. പിന്നെ ഞാനേ ഉള്ളൂ കുറച്ചധികം ചോറ് കഴിക്കുന്നത്. എന്നാൽ പിന്നെ വേഗം പോയി നമുക്ക് അരിയിലേക്ക് വെള്ളമെല്ലാം എടുത്ത് ഒഴിക്കാം. ഇത് ഞാൻ കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളം കേട്ടോ. പൈപ്പിലെ വെള്ളം നമ്മൾ ഭക്ഷണം ആക്കാനൊന്നും എടുക്കാറില്ലേ. അങ്ങനെ അരിക്ക് ആവശ്യമായ വെള്ളമെല്ലാം എടുത്ത് നേരെ ഞാൻ ഗ്യാസ് കത്തിച്ച് ഗ്യാസിൻ്റെ പക്കത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. കുക്കറിൽ 2 വിസിലടിച്ചാൽ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി കിട്ടും. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ കുക്കറിൽ എങ്ങനെ ഇങ്ങനെ ചോറ് വെച്ചിട്ട് നല്ല ചോറ് കിട്ടുന്നതെന്ന്. അവർക്കൊന്നും ചോറ് വെച്ചാൽ നല്ല രീതിയിൽ ചോറ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിവിടെ നല്ല വൃത്തിയിൽ ചോറ് കിട്ടുന്നുണ്ട് കേട്ടോ. തലേ ദിവസത്തെ അരിമാവ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു മുട്ട റോസ്റ്റും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 മുട്ട എടുത്തിട്ട് ഞാൻ ഗ്യാസിൽ വെക്കുന്നുണ്ട്. മുട്ട വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഓടിപ്പോയി എന്നാൽ ചായയും കൂടെ വെച്ചാലോ. ഇവിടെ എനിക്ക് ചായ 2 നേരം നിർബന്ധമാണ് കേട്ടോ. പക്ഷേ വാമിപ്പെണ്ണിന് ചായ വേണമെന്നൊക്കെ പറയും. പക്ഷേ ആളങ്ങനെ ചായയൊന്നും കുടിക്കാറില്ല. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം പോയി മുട്ട റോസ്റ്റിനുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാവേ. നമുക്കിവിടെ 1 ഉള്ളിയും 1 തക്കാളിയും മതി കേട്ടോ. ഇത് എന്തിനാ സമയം കളയുന്നത്? എന്നാൽ പിന്നെ ഇതൊന്ന് അരിഞ്ഞും കൂടെ വെച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പണികളെല്ലാം ഇങ്ങനെയാട്ടോ. ഒരു പണി തീർന്നിട്ട് വേറൊരു പണി എടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കുകയില്ല. ഞാൻ ഒരു പണി അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും പണി എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ 2 വിസിലടിച്ചു നമ്മുടെ ചോറ്. അതങ്ങ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈദ്യുക്കുഞ്ഞിക്കുള്ള പാല് ഞാൻ വേറെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഞാനിവിടെ ചായ ആക്കി എടുക്കുവേ. എനിക്ക് ചായക്ക് കുറച്ച് കടുപ്പമുള്ളതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ചായ എല്ലാം റെഡിയായിട്ട് ഞാൻ വേറൊരു കപ്പിലേക്ക് ചായ അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്കുള്ള ചായ ഞാൻ ഗ്ലാസ്സിലേക്കും വാമിക്കുള്ള ചായ ഞാൻ കപ്പിലും വെച്ചിട്ട് നേരെ ഞാൻ പുറത്ത് പോയി ഇരുന്ന് ചായ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് നടന്നു കേട്ടോ. പുറത്ത് പോയി പ്രകൃതി ഭംഗിയെല്ലാം ഒന്ന് ആസ്വദിച്ചിട്ട് ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിക്കാം. ആഹാ അന്തസ്, പിന്നെ എന്ത് വേണം. അങ്ങനെ ഞാൻ പുറത്തെല്ലാം പോയിരുന്ന് പകുതി ചായ കുടിച്ചിട്ട് വേഗം അടുക്കളയിലേക്ക് ചെന്നു. എന്നാൽ മുട്ട റോസ്റ്റും കൂടെ വേഗം റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഉള്ളിയെല്ലാം വഴറ്റി ഇവിടെ മുട്ട റോസ്റ്റ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ കൂടുതൽ തന്നെ ബാക്കിയിരിക്കുന്ന ചായയും കൂടി അങ്ങ് കുടിച്ചാലോ എന്ന് വിചാരിച്ച് വേഗം ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ സമാധാനത്തിലിരുന്ന് ചായയൊന്നും കുടിക്കാറില്ല കേട്ടോ. പകുതി ചായ എവിടെയെങ്കിലും കുടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകും. പിന്നെ കുറേ കഴിയുമ്പോഴായിരിക്കും ആ ചായ കാണുന്നത്. പിന്നെ അങ്ങനെ എടുത്ത് കുടിക്കും. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റിലേക്ക് ഞാൻ കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഇളക്കി വഴറ്റി വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളിയെല്ലാം വേകുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം പോയി മുട്ടയും കൂടി ഒന്ന് പൊളിച്ചെടുക്കാം. എനിക്ക് ഏട്ടനുള്ള മുട്ടയും കൂടിയേ ഞാനിവിടെ പൊളിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. വാമിക്കുള്ള മുട്ട അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. വാമി എഴുന്നേൽക്കുമ്പോൾ പൊളിച്ചിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചു. മീൻകാരൻ ചേട്ടൻ ഇപ്പം നമുക്ക് വരാറേ ഇല്ല. അങ്ങനെ മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണക്കമീൻ വേഗം എടുത്ത് വെള്ളത്തിലേക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ നങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. വലിയൊരു നങ്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തേങ്ങ അരച്ച ഒരു ചാറും കൂടി ആക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് ഞാൻ പൊളിച്ചിട്ട് തന്നെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ച് ഉപ്പെല്ലാം പോയി കിട്ടുമല്ലോ. അങ്ങനെ വേഗം തന്നെ ഞാൻ അതെല്ലാം മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നങ്ക് കറി വെക്കുന്നതിലും നല്ല വറക്കുന്നതാട്ടോ. പക്ഷേ നമുക്കിന്ന് ചാറ് കറിക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ കറിയാക്കുന്നത്. അങ്ങനെ കത്രികയെല്ലാം കൊണ്ടേ പുറത്ത് കഴുകി വെച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട റോസ്റ്റിനുള്ള ഉള്ളിയെല്ലാം ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. എന്നാൽ മുട്ടയും കൂടെ നമുക്ക് അതിലേക്ക് മുറിച്ചിട്ട് ഇളക്കി അങ്ങ് മാറ്റി വെക്കാം. അങ്ങനെ ആ ഒരു പണി നമുക്കിവിടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത പണിയിലേക്ക് കടന്നാലോ. വേഗം തന്നെ പോയി മീൻകറിക്കുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാമല്ലോ. ഓടിച്ചെന്ന് തേങ്ങ ചിരണ്ടിയിട്ട് വരാവേ. ഇപ്പം മീൻകറിക്ക് ആവശ്യമായ തേങ്ങ ഞാനിതാ ഇവിടെ ചിരണ്ടി വന്നിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പം നമ്മുടെ മിക്സിയുടെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ മുത്തുമണികൾ 2 ആളും ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട്. എൻ്റെ മൂത്ത മോളുള്ളതുകൊണ്ട് തന്നെ എൻ്റെ മൂത്ത മോളാട്ടോ ഇത് വാമിപ്പെണ്ണ്. അവൾ വാവേനെ നന്നായിട്ട് നോക്കുവേ. 2 പേരെയും ഞാൻ അവിടെ ഇരുത്തിട്ട് ഞാൻ മീൻകറിക്കുള്ള പരിപാടി നോക്കി കേട്ടോ. അങ്ങനെ അരപ്പെല്ലാം അരച്ചൊഴിച്ച് അതിലേക്ക് 2 കഷ്ണം കുടംപുളിയും കൂടി ഇട്ടിട്ട് ഞാൻ കറി അടുപ്പയിലേക്ക് വെച്ചേ. അരപ്പ് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് കുഞ്ഞിപ്പെണ്ണിന് പോയി പാലും കൂടെ കൊടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ മാറ്റി വെച്ച പാലെടുത്തുകൊണ്ട് വന്നിട്ട് അവൾക്ക് ഞാൻ കാലേ കടത്തിയിട്ടാണ് കേട്ടോ പാലെല്ലാം കൊടുക്കാറ്.
അങ്ങനെ പാലെല്ലാം കൊടുത്തതിന് ശേഷം വാമീനെ പോയി ഓടിച്ചെന്ന് പല്ല് തേപ്പിച്ചിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചു. വാമി തന്നെ ആട്ടോ ആ പല്ല് തേക്കാറ്. ഞാൻ പിന്നെ എനിക്കിന്ന് ഒട്ടും സമയമില്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ വേഗം പോയി തേച്ചിട്ട് വന്നു. വാമിയുടെ പല്ല് കണ്ടോ? അങ്ങനെ വാമിയുടെ പല്ലിനൊന്നും കേടൊന്നുമില്ലേ, നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ മീൻകറിയിൽ ഞാൻ മീനെല്ലാം പോയിട്ട് കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. പിന്നെ ദോശയും കൂടെ ചുടാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വാമിപ്പെണ്ണിലുള്ള ദോശയിൽ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്താട്ടോ കൊടുക്കുന്നത്. അങ്ങനെ വാമിക്ക് ഇതാ മുട്ടയും ദോശയും കൂടെ ഞാൻ കൊടുത്തു. അന്നേരത്തിന് ഇതാ നമ്മുടെ മീൻകറി റെഡിയായി. ഞാനിവിടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. പിന്നെ വേഗം പോയി വാമീനെ കുളിപ്പിച്ച് ഞാൻ റെഡിയാക്കുക കേട്ടോ. അംഗൻവാടി പോകാൻ ഒരുപാട് ഇഷ്ടമാണെങ്കിലും വാമിപ്പെണ്ണിന് ഈ ഒരുങ്ങാൻ കുറച്ചൊരു മടിയാട്ടോ. മുടിയെല്ലാം കിട്ടുന്ന ഇഷ്ടമേ അല്ല. തിരിച്ചു വരുമ്പോൾ ഈ മുടിയും ഉണ്ടാവില്ല, കെട്ടിക്കൊണ്ടുപോയ പുഴുവോ ഒന്നും ഒരു വക അവൾ തിരിച്ചു കൊണ്ടുവരില്ല കേട്ടോ. പിന്നെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരുക്കുന്നത്. എൻ്റെ മോൾ സുന്ദരി ആവണ്ടേ, ടീച്ചർ ചോദിക്കും വാമിപ്പെണ്ണ് എന്താ ഇന്ന് സുന്ദരി അല്ലാതെ വന്നേന്നെല്ലാം ചോദിക്കും എന്ന് പറഞ്ഞിട്ടാട്ടോ ഞാനിവിടെ വാമീനെ റെഡിയാക്കുന്നത്. വാമീനെ റെഡിയാക്കുന്ന സമയത്ത് ഞാൻ വാമിയുടെ അച്ഛന് ദോശയെല്ലാം എടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ ഉമ്മയെല്ലാം കൊടുത്തിട്ട് അവർ രണ്ടാളും അങ്ങോട്ട് പോവലായി. അങ്ങനെ വണ്ടിയിൽ കയറി ടാറ്റയും പറഞ്ഞ് അവർ രണ്ടാളും അങ്ങോട്ട് പോയി കേട്ടോ. ഇനിയാണ് ഞങ്ങളുടെ ലോകം. ഇനിയാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ഇവിടെ കിടന്ന് കളിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അവസ്ഥ നോക്കി, ഇതെല്ലാം എനിക്കിനി വൃത്തിയാക്കാനുണ്ട്. അതിന് മുന്നേ നമുക്ക് തോരൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്കെല്ലാം കൂടെ അരിഞ്ഞ് അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. കോവയ്ക്ക നല്ലോണം ഇളക്കി അതങ്ങ് പൊത്തി വെച്ചു കേട്ടോ. അങ്ങനെ കുക്കറിൽ നിന്ന് ചോറ് കലത്തിലേക്ക് മാറ്റി ഞാനങ്ങ് ഊറ്റിയിടുന്നുണ്ട്. അക്ഷയപാത്രം പോലെ എപ്പോഴും നമ്മുടെ ബേസിൻ നിറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എത്ര പാത്രം കഴുകിയാലും പിന്നെയും പാത്രമാണ്. ഇത് നോക്കിക്കുക അടുക്കള. ഇനി അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണേ. അങ്ങനെ കോവയ്ക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അടുക്കള വൃത്തിയാക്കലും പാത്രം കഴുകലുമാണ് എനിക്ക് ഏറ്റവും വലിയ പണിയായിട്ട് തോന്നാറ്. ഗ്യാസ് അടുപ്പ് ഞാൻ ലാസ്റ്റേ ക്ലീൻ ചെയ്യാറുള്ളൂ കേട്ടോ. ഗ്യാസ് അടുപ്പിൽ എണ്ണയും അതും ഇതെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനത് ലാസ്റ്റാട്ടോ ഒന്ന് വൃത്തിയാക്കി എടുക്കാറ്. അങ്ങനെ ഇതാ നമ്മുടെ അരപ്രൈസെല്ലാം അങ്ങ് തുടച്ച് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അതെല്ലാം ഒന്ന് കഴുകി നമുക്ക് പോയി ഗ്യാസ് അടുപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ചോറും കറികളെല്ലാം രാവിലെ ആക്കി വെച്ചാൽ തന്നെ ഇനി നമുക്ക് മക്കളെയും കൊണ്ട് ഇരിക്കാമല്ലോ. അടുക്കള ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ ഇനി മോളെ കുളിപ്പിക്കണം, അടിച്ചു വാരണം. അതൊക്കെയാട്ടോ നമുക്ക് ചെറിയ ചെറിയ പണികളെ ഇനിയുള്ളൂ. എൻ്റെ അടുക്കളയിലെ ഏകദേശ പണിയെല്ലാം ഒരുക്കിയതിന് ശേഷമേ ഞാൻ എന്തെങ്കിലും കഴിക്കാറുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് കഴിക്കാനിരുന്നാൽ ഒരു സമാധാനം ഉണ്ടാവില്ല പണിയൊന്നും തീരാതെ. പണിയെല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ വാഷ് ബേസിനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ എൻ്റെ അടുക്കള നോക്കണം കേട്ടോ. ഞാൻ ഇവിടെയും കൂടി ഒന്ന് അടിച്ച് വാരി ഇടുന്നുണ്ട്. നമ്മുടെ അടുക്കള ഞാൻ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു നോട്ടമുണ്ട്. ആഹാ, എന്താ സമാധാനം. അടുക്കള വൃത്തിയായാലല്ലേ നമുക്കൊന്ന് പണിയെടുക്കാനും ഒരു സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്കങ്ങനെയാട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയണേ. അങ്ങനെ ആ സമയം കൊണ്ട് ഇതാ ഞാൻ തേങ്ങയെല്ലാം നമ്മുടെ കോവയ്ക്കയിലിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോവയ്ക്ക. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ചട്ടിയിൽ തന്നെ കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതും കൂടെ കഴുകേണ്ടി വരും. പിന്നെ കോവയ്ക്ക തോരനെല്ലാക്കി മാറ്റി വെച്ചു. ഞാൻ വൈദൂനെ എടുത്തിട്ട് കുളിക്കാലോ എന്ന് പറഞ്ഞ് പോയി. അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടാളും ഇവിടെ കുളിച്ച് നല്ല ചന്ദനക്കുറിയെല്ലാം തൊട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് പെണ്ണിനെ ഉറക്കം കൂടി ചെയ്താൽ എനിക്ക് എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് സമാധാനത്തിലിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.